എം ജയചന്ദ്രൻ, കഴിഞ്ഞ ദിവസം കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിർണായകമായൊരു ദിവസമായിരുന്നു എന്ന് തന്നെ വിലയിരുത്താം. കാരണം SNDPയുടെയും NSSന്റെയും ജനറൽ സെക്രട്ടറിമാർ അടുത്തടുത്ത സമയങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തി കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഐക്യമെന്ന് പറയുകയും ചെയ്തു. അവരെ അവിടേക്ക് കൊണ്ടെത്തിച്ച ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ വർഗീയതയോട് സന്ധി ചെയ്യുകയും 4 വോട്ടിന് വേണ്ടി മതരാഷ്ട്രവാദികളെ കൂടെ കൂട്ടുകയും മതമാണ് പ്രശ്നമെന്ന് പറയുന്ന ലീഗിൻ്റെ നിലപാട് അതുതന്നെയാണ് ശരിയെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്ന VD സതീശൻ സ്വാഭാവികമായും കേരള സമൂഹത്തിലുണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ വിള്ളൽ അതിന് തുടക്കം കുറിച്ചതിന് ആക്കം കൂട്ടുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വർഗീയതയ്ക്കെതിരെ പറയാൻ എന്താണ് സതീശന് യോഗ്യതയെന്ന് ചോദിച്ച ചോദ്യം, NSS ജനറൽ സെക്രട്ടറി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. വല്ലാത്ത പ്രതിസന്ധി. കോൺഗ്രസ് പഠിച്ച പണി 18 പറ്റിയിട്ടും കരകയറാൻ പോകുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഏൽക്കാൻ പോകുന്നത്. അതെ സുജു, ഇത് അടിസ്ഥാന പ്രശ്നമായിട്ട് കാണേണ്ടത് ഈ NSSനെയും SNDPയെയും കോൺഗ്രസിൽ നിന്ന് അകറ്റുന്നത് VD സതീശൻ എന്ന ഒരൊറ്റ നേതാവാണ് എന്ന് NSSന്റെയും SNDPയുടെയും ജനറൽ സെക്രട്ടറിമാർ, അതായത് ആ സംഘടനയെ നയിക്കുന്ന ഏറ്റവും ഉന്നതരായ 2 നേതാക്കൾ തന്നെ പരസ്യമായി നിലപാടെടുത്തിരിക്കുകയാണ്. ഈ നിലപാട് ചെറിയ കാര്യമൊന്നുമല്ല, കേരള രാഷ്ട്രീയത്തിൽ ഭരിച്ചു വെക്കാൻ പോകുന്നുള്ള തർക്കമൊന്നുമില്ല. അതിന് എന്തുകൊണ്ട് സതീശനെ ടാർഗറ്റ് ചെയ്യാണ് ഇവരെന്നാണല്ലോ പൊതുവിലുള്ള പറച്ചില്. പക്ഷെ ടാർഗറ്റ് ചെയ്തത് സതീശനെയല്ല, സതീശൻ തങ്ങളെ ടാർഗറ്റ് ചെയ്യായിരുന്നു എന്നുള്ളതാണല്ലോ രണ്ടുപേരും അവരവരുടെ വാർത്താ സമ്മേളനങ്ങളിൽ വെവ്വേറെ ഇടങ്ങളിൽ ഏതാണ്ട് ഒരുപോലെ തന്നെ പ്രതികരിക്കാൻ ഇടയായത്. അപ്പൊ അവർക്ക് അവരുടെ അനുഭവമാണ് അവർ പറയുന്നത്. 2 സമുദായ നേതാക്കളോട് പ്രതിപക്ഷ നേതാവായ സതീശൻ സ്വീകരിക്കുന്ന സമീപനം, ആ സമീപനം ആ 2 സമുദായ സംഘടനകളെയും കോൺഗ്രസിൽ നിന്ന് എത്രത്തോളം അകറ്റിയിരിക്കുന്നു എന്നുള്ളത് യാതൊരു മറയുമില്ലാതെ പരസ്യമായി പ്രകടിപ്പിക്കാനാണ് അവർ തയ്യാറായിട്ടുള്ളത്. അതിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് കോൺഗ്രസ് ആണ്. ആ പ്രസ്ഥാനം എന്തെങ്കിലും പാഠം പഠിക്കുമോ എന്നുള്ളതാണ് അവർ വ്യക്തമാക്കേണ്ടത്. അതിനു പകരം CPMന്റെ മെക്കിട്ട് കയറാൻ വന്നിട്ട് എന്ന് മാത്രമല്ല, അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. അതാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ശരി, വളരെ നന്ദി ശ്രീ എം ജയചന്ദ്രൻ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.